വളരെ രുചികരമായ ഒരു കബ്സ റൈസ് അറബിക് ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഷെഫ് ഷിജോയ് അതിലേക്ക് നമുക്ക് ഒരു 2 കിലോ ചിക്കൻ വേണ്ട. നമ്മളൊരു 16 ബിരിയാണി പീസാണ്, വലിയ പീസാക്കി മുറിച്ച ചിക്കനാണ്, നല്ലപോലെ കഴുകി ചിക്കനാണ്. ഇതിലേക്ക് നമ്മൾ അറബിക് മസാല, നമ്മൾ പൊടിച്ച മസാലയാണ്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പച്ചമല്ലി, ചെറിയ ജീരകം, വലിയ ജീരകം, ഡ്രൈ ലെമൺ എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇത് നമ്മളൊരു 100 ഗ്രാം 2 കിലോ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളെല്ലാ ചിക്കനിലേക്കും ഈ മസാല വരണം. ഈ മസാലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ റൈസ് അടിക്കുമ്പോൾ ഈ മസാല ഒന്നും ആഡ് ചെയ്യില്ല. പിന്നെ ഡ്രൈ ലെമൺ, നമ്മൾ ഓൾറെഡി മസാലയിൽ ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ലെമൺ കൂടി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അറൗണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡ് കളറാണ് ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുക. നമ്മളുടെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, റെഡ് കളർ യൂസ് ചെയ്യുന്നില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊരു 4 to 5 hours ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഈ മസാലയൊക്കെ വലിയ പീസായതുകൊണ്ട് ചിക്കനിലേക്കൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 4 to 5 മണിക്കൂർ നമ്മൾ മസാലയൊക്കെ തിരുമ്മി ഇത് വയ്ക്കുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മസാല എല്ലാം പിടിച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഒരു 2 വിസിൽ കൊടുക്കുക. അപ്പോഴേ നമ്മൾ വലിയ പീസായതുകൊണ്ട് ഇത് വെന്ത് കിട്ടുള്ളൂ, ഉടഞ്ഞു പോകരുത്. അപ്പോൾ 2 വിസിൽ കൊടുത്തിട്ട് നമ്മൾ ആ കുക്കറിൻ്റെ വിസിലെടുത്ത് കളയണം. നമ്മൾ അതേപോലെ തന്നെ വൈറ്റ് സെല്ല റൈസാണ് നമ്മുടെ ഈ കബ്സ റൈസ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. പിന്നെ സബോള, ഒരു 4 സബോള ഇങ്ങനെ ജൂലിയനായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞത്, വളരെ തിന്നായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കാണ് ഇവിടെ ക്യൂബ്സായി കട്ട് ചെയ്ത്, അതും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മളൊരു വലിയൊരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ജൂലിയനായിട്ട് കട്ട് ചെയ്ത് ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റാണ് അതേപോലെ ജൂലിയനായിട്ട് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കൻ ക്യൂബ്സാണ് മാഗിയുടെ, അത് അവൈലബിൾ ആണ്, മേടിക്കാൻ കിട്ടും. അതും അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഓൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഡ്രൈ ലെമൺ, പിന്നെ ഓൾ സ്പൈസസ്, ചെറിയ ജീരകം, വലിയ ജീരകം. നമ്മൾ വിസിലടിച്ച് മാറ്റിയ ചിക്കനാണ്. നമ്മളൊരു കടായി എടുത്തു. കടായിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്കൊരു 10 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഓൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ സബോള ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റി വരുന്ന സമയത്ത് നമ്മുടെ ഓൾ സ്പൈസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക, നന്നായി വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. നല്ലപോലെ ഇത് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 10 ഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതേപോലെ മാഗി ക്യൂബ്സാണ്, അതൊരു 6 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് ഉള്ളവർക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ്, ജൂലിനായി കട്ട് ചെയ്ത ക്യാരറ്റ്, അതേപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ടേ ചെയ്തതും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പിന് 1.5 കപ്പാണ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ വേവിച്ച് വെച്ച ചിക്കനിൽ സ്റ്റോക്ക് വരും. ആ സ്റ്റോക്കും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെയും വെള്ളത്തിൻ്റെയും ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു 1ന് 1.5 കപ്പ് എന്ന റേഞ്ചാണ്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ടേസ്റ്റൊക്കെ നോക്കുക. ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്ലാംബേ ചെയ്യണം. ആ സ്മോക്കി ടേസ്റ്റ് വരണം. ഇത് ചാർക്കോളാണ്, പുറത്ത് അവൈലബിൾ ആണ്. ഈ ചാർക്കോളൊന്ന് ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചാർക്കോൾ അവൈലബിൾ ആണെങ്കിൽ ചിരട്ടൻ്റെ പീസ് ഇങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ ചെറിയൊരു കട്ടൂരിയുണ്ട്, ആ ചെറിയ കട്ടൂരിയിലേക്ക് ഈ ചൂടാക്കിയ ചാർക്കോൾ ഇട്ട് കൊടുക്കുക.
നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു റൈസ് ദമ്മിടാനായിട്ടുണ്ട്. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ റൈസിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വരുന്ന സമയത്ത് ഈ ചിക്കൻ ഇങ്ങനെ മേലെ ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ മേലെയൊക്കെ നമ്മൾ ആ വേവിച്ച ചിക്കൻ മേലെയൊക്കെ നിരത്തി കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഏകദേശം നമ്മുടെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണ ആ പരുവത്തിൽ ദമ്മാവും. എല്ലാം ഇങ്ങനെ വറ്റിയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഫ്ലെയിം ലോ ആക്കി കൊടുക്കുക. ഈ ചിക്കൻ എല്ലാം അങ്ങനെ നിരത്തി കൊടുക്കുക. ചെറിയൊരു കട്ടിയൂരിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കണം. അതിൽ ചെറുതായിട്ടൊരു ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്മോക്കി വരും. ആ സ്മോക്കി ഫ്ലേവറാണ് നമ്മുടെ കബ്സ റൈസ്, അറബിക് റൈസിൻ്റെ മെയിനായിട്ട്. ആ സ്മോക്കി ഫ്ലേവർ വരണം. എന്നിട്ട് ദമ്മിടുക. 20 മിനിറ്റ് ദമ്മിട്ട് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ അറബിക് ഡിഷ് കബ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ്, നിങ്ങളുടെ ഷെഫ് ഷിജോയ്.